ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. അതിനെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി. ഒരു ഫ്രൈയിങ് പാൻ ചൂടായ ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആകുന്നിടം വരെ ചൂടാക്കുക. അതിനാവശ്യമായ മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉലുവപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ട് വഴറ്റി എടുക്കുക. ചൂട് മാറിയതിന് ശേഷം അതിനകത്ത് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുക്കുക. മൺചട്ടി നല്ലതായിട്ട് ചൂടായ ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായ ശേഷം തേങ്ങ നല്ല കൊത്തി എരിഞ്ഞിട്ട് അതിലോട്ടിടുക. കൊത്തി എരിഞ്ഞ് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക, തേങ്ങയുടെ ബ്രൗൺ കളർ ആകുന്നിടം വരെ. അത് ബ്രൗൺ ആയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. പച്ചമുളക് നീളത്തെ അരിയണം. നല്ലതായിട്ട് വഴന്നു വന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. നന്നായി വഴണ്ട ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് കൂടെ ചേർക്കുക. അതും നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി പച്ചമണം മാറുന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളത്തിലിട്ട 2 വാളൻപുളി കൂടി ചേർക്കുക. അതിൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്യുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കൊഞ്ച് കറി തയ്യാർ. താങ്ക് യു.